ഇന്നും ദുരൂഹതയാണ് ഇല്ലാത്ത കാമുകരെ വേണ്ടി ചോരക്കുഞ്ഞിനെ കൊന്ന രേഷ്മയുടെ ജീവിതം. ഗർഭിണിയാണെന്ന് സ്വന്തം ഭർത്താവിനോട് പോലും പറയാതിരുന്നത് എന്തിനെന്നും ആർക്കും അറിയില്ല. രേഷ്മയുടെ കാമുകൻ അനന്തുവായി ബന്ധുക്കളായ ആര്യയും ഗ്രീഷ്മയും എന്തിന് ആൾമാറാട്ടം നടത്തിയെന്ന ചോദ്യത്തിനും ഉത്തരമില്ല. ഇത്തിക്കരയാറ്റിൽ ചാടി ആര്യയും ഗ്രീഷ്മയും മരിച്ച ആ സംഭവങ്ങളിലേക്ക്. ജനുവരി 5 പുലർച്ചെ കൊല്ലം പറവൂരിനടുത്ത ഊഴായിക്കോട്ട് സുദർശനൻ പിള്ളയുടെ വീട്ടുവളപ്പിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ. സുദർശനൻ പിള്ളയുടെ ഭാര്യയും മകൾ രേഷ്മയും കുഞ്ഞിനെ തേടിയിറങ്ങി. കരിയില കൂനയ്ക്കടിയിൽ ഒരു ആൺകുഞ്ഞ്. രേഷ്മ കുഞ്ഞിനെ എടുത്തു ഭർത്താവ് വിഷ്ണുവിന്റെ അടുത്തേക്ക്. വിഷ്ണു പോലീസിനെ വിവരമറിയിച്ചു. കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. കുഞ്ഞിന്റെ അമ്മയ്ക്കായി അന്വേഷണം. പ്രദേശത്തുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങളും ആശുപത്രി റെക്കോർഡുകളും പരിശോധിച്ചു. ലോഡ്ജുകൾ കയറിയിറങ്ങി. പക്ഷേ ഫലം കണ്ടില്ല. DNA പരിശോധനയിലൂടെ മാതാപിതാക്കളെ കണ്ടെത്താനായി ശ്രമം. പറവൂർ കോടതിയുടെ അനുമതിയോടെ പ്രദേശവാസികളുടെ രക്തം ശേഖരിച്ചു. ഒടുവിൽ DNA മാച്ചായി. കുഞ്ഞിന്റെ മാതാപിതാക്കൾ രേഷ്മയും വിഷ്ണുവും. 6 മാസത്തിന് ശേഷം ജൂൺ 22-ന് രേഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനുവരി 4-ന് രാത്രി 9 മണിക്ക് വീടിന് പുറത്തുള്ള ബാത്റൂമിലാണ് രേഷ്മ പ്രസവിച്ചത്. പ്രസവശേഷം കുഞ്ഞിനെ കരിയിലക്കൂനയിൽ ഉപേക്ഷിച്ചു. തുടർന്ന് കുളിമുറി കഴുകി വൃത്തിയാക്കി ഭർത്താവിനൊപ്പം കിടന്നുറങ്ങി. രേഷ്മ ഗർഭിണിയായതും പ്രസവിച്ചതും ഭർത്താവോ വീട്ടുകാരോ അറിഞ്ഞില്ല. ശാരീരിക അസ്വസ്ഥതകളൊന്നും രേഷ്മ പ്രകടിപ്പിച്ചിരുന്നില്ല. ഫേസ്ബുക്കിലെ അജ്ഞാത കാമുകൻ അനന്തുവിനൊപ്പം പോകാനാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നായിരുന്നു മൊഴി. അനന്തുവിനായി തെരച്ചിൽ. ജൂൺ 24-ന് വിഷ്ണുവിന്റെ ചേട്ടന്റെ ഭാര്യ ആര്യയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. വിഷ്ണുവിന്റെ ചേച്ചിയുടെ മകൾ ഗ്രീഷ്മയ്ക്കൊപ്പം അവർ എത്തി. പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷം ഇരുവരെയും കാണാതായി. ജൂൺ 25-ന് ഇത്തിക്കരയാറ്റിൽ ഇവരുടെ മൃതദേഹങ്ങൾ. ആര്യയുടെയും ഗ്രീഷ്മയുടെയും ആത്മഹത്യയുടെ കാരണം പോലീസ് അന്വേഷിച്ചു. ഗ്രീഷ്മയുടെ ഉറ്റ സുഹൃത്തിൽ നിന്നും നിർണായക വിവരം. അനന്തു എന്ന വ്യാജ പേരിൽ രേഷ്മയുമായി ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിരുന്നത് ആര്യയും ഗ്രീഷ്മയുമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.